ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ ക്ഷീണമൊക്കെ മാറിക്കാണും. ഏതായാലും ലവ് സ്പോട്ട് അടിക്കണം. മനസ്സിൽ ഇരുന്നാ മതി. ദാഹമുള്ളല്ലേ? കുടിച്ചോളൂ കുടിച്ചോളൂ. ഹലോ, how are you? Fine. Buddy. Sota. Hello, stop. How beautiful. Action, sir. ഈ ഓണം കേറാൻ മൂലയിൽ ഇങ്ങനെയും ഒരു സൗന്ദര്യധാമമോ? മാഡം, ഞാൻ മലയാള സിനിമാ സംവിധായകൻ ഞങ്ങൾ മറ്റേ ഞാൻ സംവിധാനിക്കാൻ പോകുന്നതേ ഉള്ളൂ. കഥാതിരക്കഥാ സംഭാഷണം, ഗാനങ്ങൾ, സംവിധാനം, ഇതുവരെ എല്ലാ ആൾക്കാരും എത്തിയിട്ടുള്ളൂ. ഞാൻ അതിനപ്പുറവും കടന്നിരിക്കുകയാണ്. ഛായാഗ്രഹണം, ചിത്രസംയോജനം, എഡിറ്റിംഗ്, വേഷാലങ്കാരം, വസ്ത്രാലങ്കാരം, സ്റ്റണ്ട്, സ്റ്റുണ്ട്, ഗുണ്ട്, പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, സംഗീതം, മ്യൂസിക്, ഡാൻസ്, എല്ലാം ഈ ഞാൻ തന്നെ. ഈ ചിത്രത്തിൽ പാടുന്നതും നായകനായിട്ട് അഭിനയിക്കുന്നതും ആരാണ് സഹോദരിക്ക് അറിയണ്ടേ? അതും ഈ ഞാൻ തന്നെ. നോ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. സഹോദരി അങ്ങനെ പറയരുത്. സഹോദരിയെ ഞാൻ കോടമ്പാക്കത്ത് കൊണ്ടുപോയി ഒരു വലിയ താരമാക്കും. സഹോദരിക്ക് ഹേമമാലിനിയാകണോ, ശ്രീദേവിയാകണോ, സീമയാകണോ, മേനകയാകണോ, ആരാകണം? എന്നെ ഇപ്പൊ താൻ ഒന്നും ആക്കണ്ട. നിന്നെ കയ്യിലൊന്ന് കിട്ടിയാൽ മതി. ഞാൻ മുഖച്ഛായ മാറ്റിക്കളയും. മലയാള സിനിമയുടെ മുഖച്ഛായാണ് ആദ്യം മാറ്റേണ്ടത്. അവൻ ആ ഭാര്യയും കൊന്നു. ഫിനിഷ്ഡ്. നിന്റെ ഒരു ഫിനിഷ് നിന്നെ ആരെങ്കിലും ദിവസം ഫിനിഷ് ചെയ്യും. മിണ്ടാരിയടാ. എന്റെ ഭാര്യയുടെ ശവം വലിച്ച അടുക്കളയിലിട്ട് മണ്ണെണ്ണ വെച്ച് ഉപയോഗിച്ചേരും. സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിച്ചാണെന്ന് പറയാം. ഗോപി, നമ്മുടെ ഈ പണി ഇനി ബോംബെ നടക്കില്ല. പോലീസ് നമ്മുടെ പിന്നാലെ ഉണ്ട്. 7 ദിവസം നമ്മൾ അകത്താവും. സാരമില്ല, നമുക്ക് യാതൊരു അപകടവും പറ്റാത്ത പുതിയൊരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. താമസിയാതെ നമുക്ക് അങ്ങോട്ട് പോകാം. ഹലോ, ആരാ? ബോംബെന്നോ? അയ്യോ, ബോംബെന്ന് ഒരു കാൾ. ഹലോ, ഗോവിക്കുട്ടനോ? പിന്നെ എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങള്? നീ കുറച്ചാളായാലും ഇങ്ങോട്ട് ഫോണിൽ വിളിച്ചിട്ട്. നിന്റെ ബിസിനസ്സിലൊക്കെ എങ്ങനെയുണ്ട്? അത് വേണം. കാശുണ്ടാക്കുന്ന സമയത്ത് കാശുണ്ടാക്കണം. ശാരദയുടെ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് ഒരാഴ്ചയോളമായി. സിന്ധുവിന് സുഖം തന്നെ. അവള് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ക്ലാസ് വാങ്ങിച്ച് പാസ്സാവുന്നൊക്കെയാ പറയുന്നത്. നീ എന്നാ ഇങ്ങോട്ട് വരുന്നത്? 18-ാം തീയതിയോ? ശരി ശരി. മുതലാളിക്ക് ബോംബെയിൽ ആരാണുള്ളത്? എന്റെ സ്വന്തം ആന്ധ്രവും ഗോപി. അവൻ ബോംബെയില് വലിയൊരു ബിസിനസ് മാഗ്നറ്റാ. കമന്ന് വീണ പണം കൊണ്ട് അവൻ പൊങ്ങും. അവന്റെ 4ാമത്തെ വയസ്സിൽ അവൻ നാട് വിട്ടതാണ്. 10-20 വർഷം അവനെ പറ്റി യാതൊരു വിവരവുമില്ല. മരിച്ചു പോയെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. കഴിഞ്ഞ വർഷം ഫ്ലൈറ്റ് വെച്ച് ഞാൻ അവളെ കണ്ടുമുട്ടി. സിന്ധുവിനെ അവന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗോപി, ഗോപി, എന്താ മാവ? അല്ല, നീ ഇതുവരെ റെഡി ആയില്ലേ? പണി 8 ഇനിയിപ്പോ എപ്പോഴാ കാപ്പ് കുടിക്കുന്നത്? സമയത്തും കാലത്തും ആഹാരം കഴിക്കാത്തോണ്ടാ നീ ഇങ്ങനെ പൂവാലിനെ പോലിരിക്കുന്നു. ഞാനിപ്പോ ഡ്രസ് ചെയ്ത് വരാമാ. ചെന്ന് റെഡിയാ.
ബോംബെയിൽ നിന്ന് വന്നെന്ന് പറഞ്ഞ് ശങ്കുവേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ ആരെ വിവാഹം ചെയ്യണമെന്നതിനെ കുറിച്ച് എനിക്കൊരു അഭിപ്രായമില്ലേ? ഉണ്ട്, പക്ഷേ സിന്ധുവിന്റെ അച്ഛനെ അംഗീകരിക്കില്ല. ആ, ആദ്യമൊക്കെ കുറെ എതിർപ്പുകൾ ഉണ്ടാവും. കുറെ അല്ല സിന്ധു, ഏറെ ഉണ്ടാകുമെന്ന് വെച്ചോളൂ. അതിനെന്താ? എന്റെ മനസ്സ് ഞാൻ ആർക്കും കൊടുക്കാതിരുന്നേ പോരെ? സിന്ധു, സിന്ധു പോരും. വരട്ടെ. ഡ്രൈവർ, എനിക്കൊന്ന് പുറത്തേക്ക് പോകണം. എന്റെ കാറും തുറച്ചിട്ട്. ഓ, എന്താ സിന്ധു? സിന്ധുവിനോട് സംസാരിക്കാനും പറയാനും വേറെ ആളുകളില്ലേ? അവനോടത്തെ വേറൊരു വേലക്കാരനല്ലേ? ആഫ്റ്റർ ഓൾ ഡ്രൈവർ. അവനുമായി സംസാരിക്കുന്നത് നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയതാണോ? ആണ്. അല്ല, സിന്ധു തമാശ പറയാനല്ലേ? എനിക്ക് സിന്ധുവിന്റെ തമാശ വലിയ ഇഷ്ടമാണ്. ആ നോക്ക്, ഞാൻ എന്തൊക്കെയാ സിന്ധുവിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നെന്ന്. ഇതൊക്കെ സാരികളാണ്. എനിക്ക് വേണ്ട. അതെന്താ? എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ സാരി ഇവിടെ ഉണ്ട്. എന്നാലും ഞാൻ വാങ്ങിത്തരുന്നതിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇല്ല. പിന്നെ സിന്ധു തമാശ പറയുന്നു. തമാശയല്ല, എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട. എന്താ ഗോപി? അല്ല മാവ, ഞാനിത് വിളിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. നിങ്ങൾ വാങ്ങുന്നില്ല, ചുമ്മാ തമാശ പറഞ്ഞു നിൽക്കുക. അവൾ എന്റെ മകളല്ലേ, അവൾക്ക് തമാശയെ വരൂ. തമാശ പറയാൻ അവളെ ആരെങ്കിലും പഠിപ്പിക്കണോ? നീ വാങ്ങിക്കും, അത് വാങ്ങിക്കാൻ. ചേട്ടാ, എന്താ കമലം? ചേട്ടൻ കുടിച്ച് പൂസാണല്ലേ? എന്റെ പെങ്ങളെ, നിന്റെ ചേട്ടനെ അടിച്ച് പൂസാന്ന് ഇരിപ്പുവണ്ടല്ലോ അറിഞ്ഞോടെ. കുഞ്ചു, അല്ല രാവിലെ തന്നെ അങ്ങനെ നല്ല കണ്ടീഷനിലാണല്ലോ. ഞങ്ങളെ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ഹോട്ടലിൽ ഇട്ടിട്ട് നിങ്ങൾ പോയില്ലേ? ഞങ്ങൾക്ക് താമസിക്കാൻ വീട് നോക്കിയോ? എവിടെ ഇവൻ ആര് വീട് കൊടുക്കാൻ? കറക്ക് കമ്പനിയല്ലേ? ഞാൻ വരുന്ന വഴിക്ക് ഒരു വീട് നോക്കി, പക്ഷെ അത് നമുക്ക് പറ്റില്ല. വൈകുന്നതിനകം മറ്റൊരു വീട് ശരിപ്പെടുത്താൻ ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇന്ന് തന്നെ മാറണം, അല്ലെങ്കിൽ അപകടമാണ്. കൽക്കട്ടയിൽ നിന്ന് നിങ്ങളുടെ ഒരു അളിയനെ ഞാൻ ഈ ഹോട്ടലിൽ വെച്ച് കണ്ടു. കൽക്കട്ടയിലെ എന്റെ ഏതളിയൻ? നിനക്ക് ഒന്നും മനസ്സിലായില്ലടാ. കൽക്കട്ടയിൽ വെച്ചിട്ട് നീ 5-6 കല്യാണം കഴിച്ചില്ലേ? കുഞ്ചു, ചൗരെങ്കിലോ വലിയൊരു പണക്കാരനെ മോളെ കല്യാണം കഴിച്ചത് ഓർമ്മണ്ടോടാ? അവളുടെ പണവും ആഭരണങ്ങളും അപഹരിച്ച് അവളെ കൊന്നതിന് ഓർമ്മയില്ലടാ. കുഞ്ചു, അവളാങ്ങളെയാണ്. കമലെ, നീ എന്തിനാ അവനെ കുടിക്കാൻ വെച്ചത്? ഇത്തി അകത്തിയെന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു വരെ പറഞ്ഞൂടെ? ഞാനിനി അകത്താവുന്ന ഏർപ്പാടം കാണിക്കുന്ന പറഞ്ഞേക്കാം.